അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് മെറ്റൽ ഹോറർ എസ്കേപ്പ് ഗെയിമാണ്. അപ്പോൾ ഞാൻ അന്ന് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഇവിടെ സൈഡിൽ ഒരു ആഡ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. സ്കൂൾ ബോയ് റണ്ണവേ ഈ ഗെയിം എസ്കേപ്പ് ചെയ്തില്ല, പക്ഷെ കുറച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഫുൾ പാർട്ട്, അതായത് ഈ ഒരു ഗെയിമിൻ്റെ ഫുൾ കണ്ടിന്യൂവേഷൻ എസ്കേപ്പിംഗ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ വേറെ ഒരു ഗെയിമുണ്ട്, ജോക്കർ ഷോ. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക്ഡ് സ്ക്വാഡിൻ്റെ എല്ലാ ഗെയിമുകളും നമ്മൾ കളിക്കുന്നതായിരിക്കും. ഞാൻ റീസെൻ്റ്ലി ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. ഞാൻ കളിച്ച് നോക്കി ഗൈസ്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് എനിക്ക് ഈ ഗെയിം അത്രയും തോന്നില്ല, പക്ഷേ ഹൊററാണ്, അതൊരു കാര്യം ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഗൈസ് സ്റ്റാർട്ട് ഗെയിം. ഓക്കെ, ഇവിടെയൊക്കെ ഇത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ കളിച്ച ഗെയിം തന്നെയാണ്, മുമ്പ് വീഡിയോയിൽ ഇട്ട ഗെയിം തന്നെയാണ്, സ്കൂൾ ബോയ് റണ്ണവേ. ഓക്കെ, ഈ വീഡിയോ കാണാത്തവർ ഉടനെ തന്നെ പോയി കാണുക ഗൈസ് കേട്ടോ. ടാവ് ടു കണ്ടിന്യൂ. ഇതാണ് ഗെയിം. ഞാൻ ബ്രൈറ്റ്നെസ് ഇച്ചിരി കൂട്ടിയിടാം ഗൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കേജിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടൂത്ത് പിക്ക് കാണും, ഇത് നമ്മൾ കളക്ട് ചെയ്യണം. സോറി, ലോക്ക് പിക്ക് എന്ന് പറയും കേട്ടോ. ഈ ലോക്ക് പിക്ക് നമുക്ക് എടുത്തിടാം. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇത് നമുക്ക് ഇനി അടയ്ക്കേണ്ട, തുറന്നിരിക്കട്ടെ ഗൈസ്. ഇതാണ് ഒരു കേജ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊരു ഡോറാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതല്ല നമ്മുടെ എസ്കേപ്പിംഗ് ഡോറ്. ഇതാണ് നമ്മുടെ എസ്കേപ്പിംഗ് ഡോറ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നമ്മൾ തുറക്കണം ഗൈസ് കേട്ടോ. ആദ്യം ഇനി ഒബ്ജക്ട്സ് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്ത്, അതായത് ഈ റൂമിനകത്ത് എല്ലാം ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒബ്ജക്ട്സ് എല്ലാം തിരക്കി ബുദ്ധിപരമായിട്ട് നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് ഈ ഒരു ഗെയിമിൽ എസ്കേപ്പ് ആവുക എന്ന് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഗൈസ് കേട്ടോ. ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ നല്ലൊരു പേടിപ്പെടുത്തുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു വീട് കൊണ്ടുവച്ചേക്കുന്നത് ഗൈസ് കേട്ടോ. പുറത്തൊക്കെ ഭയങ്കര സ്നോ ആണ് ഗൈസ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു കലണ്ടർ ഉണ്ട്, 2013 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗൈസ് കേട്ടോ. പിന്നെ ഇതെന്തുവെന്ന് വെച്ചാൽ ഈ ലിവർ നമ്മൾ താഴെ ആക്കിയ കണ്ടോ, അവിടെ നമ്മുടെ കേജ് ഒരു ഇലക്ട്രിക് ഇടി വെച്ചിട്ടുണ്ട്. ഇടി നമ്മൾ കയറിയാൽ ഷോക്ക് അടിച്ച് മരിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിപ്പോൾ മറ്റേ അയാളെ മെറ്റൽ മാന് വന്നാലും ഇത് നമുക്ക് ഇങ്ങനെ താട്ടിയാൽ മതി ഗൈസ് കേട്ടോ. അപ്പോൾ അയാൾ വന്ന് ഇത് താട്ടും, അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും ഗൈസ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഈ ഒരു ഗെയിമിൽ ഒരു ഇതുണ്ട്, എല്ലാം റീസെറ്റ് ആയിരിക്കണം. നമ്മൾ മുമ്പേ ആ ഒരു സ്കൂൾ ബോയ് റണ്ണവേ ഗെയിമിനായിട്ട് കളിച്ചില്ല, എല്ലാം റീസെറ്റ് ആയിരിക്കണമെന്ന്. അതുപോലെ എല്ലാം വെച്ച സാധനങ്ങൾ അതാത് സ്ഥലത്ത് വെക്കണം ഗൈസ്. മുമ്പേ ഇരുന്ന പോലെ പഴയതുപോലെ ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റി നമ്മളെല്ലാം വരുത്തും. ഇത് ഓൺ ആവാൻ പാടില്ല. ഇത് എന്തെങ്കിലും ഓൺ ആയെങ്കിൽ അയാൾ നമ്മളെ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യത്തില്ല. ഈ ഷോക്ക് ലിവർ താട്ടി നമ്മൾ ഷോക്ക് അടിച്ച് മരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഗൈസ് കേട്ടോ. ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കൂടിൻ്റെ അവിടെ വന്ന് ഉപദ്രവിക്കത്തൊന്നുമില്ല. ഈ ഒരു ഷോക്ക് ഇത് മാത്രം അടിക്കത്തേ ഉള്ളൂ ഗൈസ് കേട്ടോ. ഓക്കെ, ഇവിടെ കുറേ വയർസൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഒബ്ജക്ട്സൊക്കെ നമുക്ക് തിറക്കാം ഗൈസ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ടൈമർ വരും. ഈ ടൈമർ എന്ന് പറയുന്നത് അയാൾ എത്ര സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇവിടെ എത്തുമെന്ന് വെച്ചാൽ, അപ്പോൾ ആ ടൈമർ ഒരു 6 സെക്കൻഡ് ആകുമ്പോൾ ആ ടൈമർ ഓഫ് ആവും. 6 സെക്കൻഡ് ആ ഒരു ടൈമർ ഓഫായാൽ അയാൾ നമ്മുടെ റൂമിൽ വരും ഗൈസ് കേട്ടോ. ഗൈസ് ഇവിടെ ഹാമർ കിട്ടി ഗൈസ് കേട്ടോ. ഓക്കെ, അതായത് ഇതിൽ നമ്മൾ അടച്ചു വെക്കണം. ഇതിൽ പ്രാക്ടീസ് മോഡ് അവൈലബിൾ അല്ല ഗൈസ് കേട്ടോ. എൻ്റെ നോർമൽ മോഡ് തന്നെയാണ് അവൈലബിൾ കേട്ടോ. ഓക്കെ, ഇത് പിന്നെ വെതറിൻ്റെ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, attention from December 10 to December 20 there is a strong wind and snow outside.
ഓക്കെ, അതായത് ഡിസംബർ 10 ഡിസംബർ 20 നല്ല ശക്തമായ വിൻഡും സ്നോവും ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കാലണ്ടർ ഇന്ന് എടുത്ത് വെച്ച് ഗൈസ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ ഗൈസ്, മനസ്സിലായി. ഇവിടെ ഒരു ഹാമറിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ എന്തോ ഹാമറല്ല, എന്തോ ഒരു ക്രോബാർ പോലത്തെ സംഭവം. ഓക്കെ, അതിവിടെ വെച്ചിട്ട് എന്തുവാ നമുക്കൊരു ക്രോബാർ ഉണ്ടാക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ആണെന്ന് തോന്നുന്നു ഗൈസ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ കട്ടിലാണ്, പൊട്ടിപ്പൊളിഞ്ഞ കട്ടിൽ. പിന്നെ ഇവിടെ ഒരു പാസ്വേഡ് ഉണ്ട് ഗൈസ് കേട്ടോ. 792. ഓക്കെ, അപ്പോൾ അത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഇങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കണ്ടു ഇവിടെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ചാർട്ടുണ്ട്. അതായത് 1/13/2012 മാക്സ് എന്ന് പറഞ്ഞൊരു ആള് ഇതിൽ രാത്രി ഇവിടെ അകപ്പെട്ടായിരുന്നു. അപ്പോൾ കുറേ ഇതിലൊക്കെ ആയിട്ട് ആണിത് രക്ഷപ്പെട്ടത്. അപ്പോൾ രക്ഷപ്പെടുന്ന മുമ്പ് ഈ ഒരു ലെറ്റർ വഴി ഒരു ചെറിയൊരു നോട്ട് തയ്യാറാക്കി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഗൈസ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഭദ്രമായിട്ട് ഒളിപ്പിച്ച് വെച്ച് സൂക്ഷിച്ചു വെച്ചാണ് അവർ ഇവിടെ എസ്കേപ്പ് ആയത് ഗൈസ് കേട്ടോ. നൈറ്റ്വെയർ വിൽ ബി എൻഡ് സോൺ. അതായത് ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് നൈറ്റ്മെയർ എൻഡ് ചെയ്യാൻ സാധിക്കും. കൂടെ നമ്മൾ എസ്കേപ്പ് ചെയ്ത ശേഷം ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് പോകണം. കാരണം വേറെ ആരെങ്കിലും ഇവിടെ അകപ്പെട്ടാൽ അവർക്കും ഈ ഒരു പേപ്പറിൻ്റെ സഹായത്തിൽ അവർക്ക് ഇവിടെ എസ്കേപ്പ് ആകാം ഗൈസ്. ഓക്കെ, പാസ്വേഡ് ഈസ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഗൈസ്. ഓക്കെ, അപ്പോൾ നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഇങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. പാസ്വേഡ് ഇപ്പോൾ അടിച്ചിട്ട് കാര്യമില്ല, കാരണം ഇലക്ട്രിസിറ്റി വേണം ഗൈസ് ഇവിടെ കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒരു ബെഡാണ് ഗൈസ് കേട്ടോ. ഇത് തുറന്നിട്ട് നമുക്കൊരു ലിഫ്റ്റ് കിട്ടും. ആ ലിഫ്റ്റിൻ്റെ ലിവർ നമുക്ക് എടുക്കണം. ലിവർ എടുത്തിട്ട് ഇയാൾ വരുന്ന മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് ഇതിങ്ങനെ ലോക്ക് അത് രക്ഷപ്പെട്ടിട്ട് ഒരു ടണലിൽ പോയി നമ്മൾ വെക്കും. ആ എൻഡിങ്ങിൽ ആ ഒരു ടണലിനകത്ത് ഒരു ചെറിയൊരു ലോക്കിനകത്ത് ഒരു പെൺകൊച്ചാണ് തോന്നുന്നു, ഒരു പെൺകൊച്ച് അകപ്പെട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യാം, പക്ഷേ ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം ഗൈസ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു മെറ്റൽ മാന് കുടുക്കി വെച്ചതായിരിക്കും ഗൈസ് കേട്ടോ, ആ ഒരു കേജിനകത്ത് ഗൈസ് കേട്ടോ. മൊത്തം കൂട്ടി വെച്ചേക്കുകയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറെ എസ്കേപ്പ് ഒന്നും ഇല്ല, അതേ ഒരു എസ്കേപ്പേ ഉള്ളൂ. പിന്നെ ഈ റൂമിൽ നിന്ന് പുറത്ത് പോകാനോ ഒന്നും പറ്റത്തില്ല. ഈ റൂമിലെ എല്ലാ ഒബ്ജക്ട്സ് ഇരിപ്പുണ്ട്, അത് കണ്ടുപിടിച്ച് നമുക്കിത് ഇറങ്ങാനാണ് ഈ ഒരു ഗെയിമിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഡോറുണ്ട്, ലോക്കുണ്ട്. അതെ, ഓക്കെ, പുറത്തുനിന്ന് ഇയാൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. എസ്കേപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നില്ല, കാരണം ഇത് ഭയങ്കര ഹോറർ ഗെയിമാണ്. പിന്നെ എനിക്കിത് ഒരുമാതിരി തല കറങ്ങുന്ന പോലെ ഗൈസ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിൻ്റെ കാരണമായിരിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗെയിം ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇടും, പക്ഷേ ഈ ഗെയിം ഞാൻ എസ്കേപ്പ് ചെയ്തിട്ടില്ല ഗൈസ് കേട്ടോ. മറ്റേ ഗെയിം ഞാൻ പ്രാക്ടീസ് മോഡിൽ എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് വിജയ് സൈനിങ് അപ്പ്.